പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? പ്ലീസ് കിച്ചൺ റെസിപ്പീസിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്, കോക്കനട്ട് പ്രോൺസ് ഫ്രൈ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പ്രോൺസ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ മുക്കി പൊരിക്കാനായിട്ട് ഒരു 1 ടേബിൾ സ്പൂണോളം ഡ്രൈ ഗ്രേറ്റഡ് കോക്കനട്ടും 1 ടേബിൾ സ്പൂണോളം മൈദയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ചെമ്മീനിലേക്ക് ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമ്മൾക്ക് ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ തേങ്ങ മിക്സിലേക്കും ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ചേർത്തിരിക്കുന്ന കുറച്ച് കളറിന് വേണ്ടിയിട്ട്, കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പ്രോൺസ് ഫ്രൈ തിന്നാൻ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയും മൈദാമാവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ ചെമ്മീനൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചെമ്മീൻ ഓൾറെഡി ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ചേർത്ത് ചെമ്മീനും എല്ലാം കൂടെ നന്നായിട്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഓരോ ചെമ്മീനായിട്ട് മുക്കിയിട്ട് മൈദമാവിലും ആ തേങ്ങാപ്പീരിലും കൂടി നന്നായിട്ടൊന്ന് മുക്കി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഓരോന്നായിട്ടൊക്കെ ഒന്ന് മുക്കി എടുത്ത് ഇതെല്ലാം ഒന്ന് റെഡി ആക്കിക്കൊണ്ട് ഞാൻ വരാം. ഇത് നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാക്കാൻ വെക്കാം. ഇതിനൊക്കെ ഞാനിവിടെ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇത് നമുക്കിനി പൊരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി നന്നായിട്ടൊന്ന് മുങ്ങിക്കിടന്ന് പൊരിയേണ്ട രീതിയിൽ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരളവൊന്നും പറയുന്നില്ല. ഇത് അത്യാവശ്യം ആ ഒരു ചെമ്മീൻ ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെഡിയാക്കി വെക്കുന്ന ചെമ്മീൻ നമുക്ക് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ചെറുതാക്കി വെക്കുവാണേ. ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് പ്രോൺ ഫ്രൈ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോക്കനട്ട് ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചായയുടെ കൂടെയൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.